കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളെ ആധാരമാക്കിയുള്ളതായ പാഠഭാഗങ്ങളാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 12ാമത്തെ പാഠമാണ്, ഒരിക്കലും അവസാനിക്കാത്ത ആരാധന. ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 ദൈവദാസന്മാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. അവരെ പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ഈ പഠനത്തിൽ പങ്കുചേരുവാൻ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു. ജോയ് സാർ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ എല്ലാ പാഠങ്ങളിലും എന്ന പോലെ ഈ പാഠങ്ങളിലും ദൈവാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വാഗതം. അതുപോലെ ബിനോയ് സാറിനെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ പ്രവർത്തനം മഹത്വത്തിനായി തീരട്ടെ. പ്രത്യേകിച്ച് ഈ ചർച്ചകളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററേയും സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 12ാമത്തെ പാഠമാണ്, ഒരിക്കലും അവസാനിക്കാത്ത ആരാധന. യഹോവ എനിക്ക് ചെയ്തതായ ഉപകാരങ്ങളെ ഞാൻ എങ്ങനെ അതിന് പകരം കൊടുക്കും? ദൈവം എത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വസ്തത കാണിക്കുന്നു? ആ ദൈവത്തിന് പ്രതീക്ഷിക്കുവാൻ നമ്മിൽ എന്താണ് ഉള്ളത് എന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് 104-ാം സങ്കീർത്തനം, അതിൻ്റെ 33ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെ പറയുന്നു: എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. സങ്കീർത്തനം 104 ധാരാളം കാര്യങ്ങളെ വർണ്ണിക്കുന്നു. പ്രത്യേകിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ മുഴുവനായും പറയുന്നത്. എവിടെയാണ് ആരാധന നടക്കുന്നതെന്ന് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്? പ്രത്യേകിച്ച് ആ ദൈവത്തിൻ്റെ ആരാധനയുടെ സ്ഥലം എവിടെയാണ്? ജനങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ഇടം അത് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്. ആരാധന നടക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലാണ്. ദൈവത്തിനെ ആരാധിക്കാൻ ജനങ്ങൾ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊടുക്കണം. ഈ സങ്കീർത്തനം അഹരോൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ജനങ്ങൾ ദൈവത്തെ അനുഗ്രഹിക്കുന്നു ആരാധനാലയത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിൽ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ദൈവത്തെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ സിയോനിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് ദൈവം ജനങ്ങളെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. സൃഷ്ടിതാവായ ദൈവം എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നു. യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാ മനുഷ്യർക്കും ദൈവം അനുഗ്രഹം നൽകുന്നു. അനുഗ്രഹത്തിൻ്റെ ഇടമാണ് ആരാധന ആലയം. പ്രത്യേകിച്ച് ഇവിടെ ഒരു സന്ദർഭം പറയുന്നത് രാത്രിയിൽ വിശുദ്ധ മന്ദിരത്തിന് കാവൽ നിൽക്കുന്ന ലേവ്യ പുരോഹിതന്മാരെക്കുറിച്ചാണ്. അവർ രാവും പകലും ലേവ്യർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ ശുശ്രൂഷയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിലും അവർ കാവൽ തുടരുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഉള്ള സേവനം ചെയ്യുന്ന എല്ലാവരെയും ആരാധകരെന്നല്ല പറയുന്നത്, ദൈവത്തിൻ്റെ സേവകരെന്നാണ് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആരാധിക്കാൻ ചെല്ലുന്ന വ്യക്തികളല്ല, ദൈവത്തിൻ്റെ സേവകർ എന്നുള്ള ഒരു പദവി ദൈവം ഇവിടെ നൽകുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മൾ ദൈവത്തെ പുകഴ്ത്തുന്ന ഇടമാണ്. അതിനുള്ള അനുഗ്രഹമാണ് ഈ സങ്കീർത്തനം. സർ, ഇന്ന് കാലത്ത് ഈ പൗരോഹിത്യം നിലനിൽക്കുന്നില്ല എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ സങ്കീർത്തനത്തിൽ ഉടനീളം ഈ പൗരോഹിത്യത്തെ വർണ്ണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിൻ്റെ പ്രാധാന്യം എന്താണ്? നാം സങ്കീർത്തനത്തിൽ നേരത്തെ പഠിച്ച പാഠങ്ങളിലൊക്കെ യേശുവിനെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു മാർഗമായിട്ട് അവിടെ കാണുന്നു. ഇവിടെ വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ അർത്ഥം 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ പറയുന്നത്: മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് നമ്മെ ഓരോരുത്തരെയും പണിയപ്പെടുന്നു എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്.
അപ്പോൾ നാം ഒരുപക്ഷെ തള്ളിക്കളഞ്ഞതായ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ നമ്മെ കർത്താവ് മുഖാന്തരം ആത്മീയ ഗൃഹമായി നമ്മെ ഓരോരുത്തരെയും പണിയേണ്ടതിനു വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുരോഹിത ശുശ്രൂഷ നമുക്ക് വേണ്ടി ചെയ്യുന്നു. വീണ്ടും 1 പത്രോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ലേവ്യ ഗോത്രത്തിൽ നിന്നാണ് പലപ്പോഴും പൗരോഹിത്യന്മാരെ അല്ലെങ്കിൽ പുരോഹിതരെ തിരഞ്ഞെടുത്തത്. അതൊരു കീഴ്വഴക്കമാണ്. വേറെ ഒരു ഗോത്രത്തിലും ഈ ഒരു ഭാഗ്യം ലഭിച്ചിട്ട്. പക്ഷേ 1 പത്രോസിന്റെ ലേഖനം 2:9 പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അപ്പോൾ നമ്മെപ്പോലും ആ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് ദൈവസേവകരായിട്ട് നമ്മെയും വിളിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധ പുരോഹിത ശുശ്രൂഷ നമ്മെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാർഗമായി അത് നമ്മെ സൂചിപ്പിക്കുന്നു. പാസ്റ്റർ ബിനോയ്, ഈ പാഠത്തിൽ, ഇന്നത്തെ പാഠത്തിൽ ഒരു പുതിയ ഗാനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, പ്രത്യേകിച്ച് 134-ാം സങ്കീർത്തനത്തിൽ. എന്താണ് ആ പുതിയ പാട്ട്? ദൈവത്തിൻ്റെ മഹത്വം, അവൻ്റെ പരമാധികാരം, അവൻ്റെ മനോഹരിത്വത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ദൈവത്തോടുള്ള നന്ദി നമ്മുടെ മനസ്സിൽ നിറയുമ്പോഴാണ് സംഗീതമുണ്ടാകുന്നത്. അത് ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചുള്ളതാണ്, ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ളതാണ്. സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവത്തോട് പുതിയ രീതിയിൽ തിരിച്ചറിയുക. ഇന്ന് വരെ നമ്മൾക്കറിയാം ദൈവം സംരക്ഷണം, ദൈവം വഴി നടത്തുന്നു, ദൈവം, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഓരോ ദിവസവും ദൈവത്തെ തിരിച്ചറിയൽ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, നിൻ്റെ കൃപ എനിക്ക് ഓരോ ദിവസവും പുതിയതാകുന്നു. അങ്ങനെ തിരിച്ചറിയാനുള്ള കഴിവ്, റെക്കഗ്നൈസിങ് ഗാഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഓരോ പ്രഭാതത്തിലും രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ, മരണത്തിൽ നിന്നുള്ള വിടുതൽ, ഇസ്രായേലിന് ദൈവം നൽകിയ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ, ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന വ്യക്തിപരമായി എഴുതാൻ പ്രേരണ നൽകുന്ന കാര്യങ്ങളാണ്. മറ്റു പാട്ടുകൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒക്കെ ഇഷ്ടംപോലെ പാട്ടുകൾ ഇന്നുണ്ട്. പക്ഷേ അവൻ്റെ കരുണയും അതിശയത്തെയും പറ്റിയുള്ള സ്തുതികൾ നമുക്ക് കാണാം. ഒരു പുതിയ പാട്ട് എന്ന് പറയുന്നത് വീണ്ടും ജ്വലിപ്പിച്ച സന്തോഷം. ഇതുവരെ കണ്ടിട്ടില്ല, വീണ്ടും ജ്വലിപ്പിക്കുന്ന ഒരു സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജോയ് സാർ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വസിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. നമുക്കൊരു പുതിയ പാട്ട് പാടുവാൻ അവസരം ലഭിച്ചാൽ എന്തായിരിക്കും ആ പാട്ടിൻ്റെ അന്തസത്ത? പുതിയ പാട്ട് ആരും പാടാത്ത പാട്ടായിരിക്കണം അല്ലേ? ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്ന 42-ാം അധ്യായം 10-ാം വാക്യം പറയുന്ന, യഹോവയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തു നിന്ന് അവന് സ്തുതിയും പാടുവീൻ എന്ന് പ്രവാചകൻ പറയാണ്. അപ്പോൾ ആരും പാടാത്ത പാട്ടും ആ പാട്ടിൻ്റെ ഉള്ളടക്കം എന്ന് പറയാൻ, എൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടും ആയിരിക്കണം. വെളിപാട് പ്രവചനം 14:3 പറയുന്നത്, അവർ സിംഹാസനത്തിൽ നിന്ന് 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി. അവർ ആ പാട്ട് പഠിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ആ ഒരു പുതിയ പാട്ട് 1,44,000 പേർക്കല്ലാതെ അത് പാടുവാൻ കഴിഞ്ഞില്ല. പലരും പാടാൻ ശ്രമിച്ചു, പക്ഷേ ഈ വിശുദ്ധ ഗണത്തിന് മാത്രമേ അത് പാടുവാൻ കഴിഞ്ഞുള്ളൂ എന്നിവിടെ പറയുന്നു. അതിൻ്റെ ലിറിക്സ് അറിയാവുള്ളൂ. അപ്പോൾ ഈ പുതിയ പാട്ടെന്ന് പറയുമ്പോൾ വലിയ ഒരു അർത്ഥമുള്ള പാട്ടാണ്. അത് നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. നേരത്തെ ബിനോയ് പാസ്റ്റർ പറഞ്ഞ പോലെ സ്തുതിയും കരുണയുടെയും ദൈവത്തിൻ്റെ ദയയുടെയും എല്ലാം ഉള്ളടക്കമുള്ള എല്ലാത്തിൻ്റെയും ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുന്ന ഒരു പാട്ടാണ്. അത് ഈ ഭൂമിയിൽ ആർക്കും പാടുവാൻ അത് കഴിയുകയുമില്ല. ബൈബിൾ തന്നെ പറയുന്നു, നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പുതിയ പാട്ട് നമ്മുടെ നാവിലുണ്ടാകണം. അതാരും പാടാത്ത പാട്ട് തന്നെ ആയിരിക്കണം. അത് നമ്മുടെ ജീവിത അനുഭവം തന്നെ ആയിരിക്കണം. തീർച്ചയായും. പാസ്റ്റർ, ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ യോഗ്യരായ ആളുകൾ ആരൊക്കെയാണ്? അതിൽ നമ്മൾ പെടുമോ? ആരൊക്കെയാണ് ദൈവസന്നിധിയിൽ യോഗ്യരായവർ? പ്രവാചകന്മാരിലൂടെ ദൈവം വേദപുസ്തകത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ കൽപ്പന അനുസരിക്കണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഒരു യോഗ്യതയായിട്ട് നമുക്ക് പറയാൻ കഴിയുക. നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം, സ്വഭാവ നൈർമല്യമുള്ളവരായിരിക്കണം, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായിരിക്കുക. മന്ദിരത്തിലെല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ സംബന്ധിച്ചോളം എല്ലാം വിശുദ്ധമാണ്. അപ്പോൾ ദൈവത്തിനെ ആരാധിക്കാൻ പോകുന്ന വ്യക്തികളും വിശുദ്ധരായിരിക്കണം, പരിശുദ്ധരായിരിക്കണം. അവിടെ ആരാധനയും അതിൻ്റെ നിയമങ്ങളും അനുസരിക്കുന്നവരായിരിക്കണം.
അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. അവർക്കാണ് യഥാർത്ഥമായി ആരാധിക്കാനുള്ള യോഗ്യത. കാരണം ആരാധനയിൽ നിന്ന് നമ്മൾ നേടുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നവരായിരിക്കണം. അവർ പെർഫെക്റ്റ്, കുറവില്ലാത്ത, ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ തലയോളം അവൻ്റെ സ്വഭാവത്തിൽ വളർന്നവരായിരിക്കണം. തമീം എന്നുള്ള ഒരു എബ്രായ പദമാണ് ഹീബ്രുവിൽ അതിന് ഉപയോഗിക്കുന്നത്. അതൊരു ഹോൾനെസ്, കംപ്ലീറ്റ്നെസ്, പൂർണ്ണതയാണ് സൂചിപ്പിക്കുന്നത്. അവർ അൺബ്ലെയിമിഷ്, കുറ്റമില്ലാത്തവരായിരിക്കണം. ഇസ്രയേലിൽ എപ്പോഴും യാഗമായി കൊണ്ടുപോകുമ്പോൾ ഊനമില്ലാത്ത, കുറ്റമില്ലാത്ത ആടിനെയാണ് ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരുന്നത്. അത്തരത്തിൽ ഉള്ള ആരാധകരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സർ, നമ്മൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. അത് ഒഴിവാക്കേണ്ടതിൻ്റെ അനിവാര്യത എത്രമാത്രം വലുതാണ്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിലുള്ളതായ ആ വിച്ഛേദനം എപ്രകാരം അനുഭവപ്പെടുവാൻ സാധിക്കും? ഇവിടെ ആരാധനയാണ് വിഷയം, അല്ലേ? ആരാധനയിൽ നാം എപ്രകാരം ഉള്ളവരായിരിക്കണം, നമ്മുടെ യോഗ്യതയെക്കുറിച്ച് ബിനോയ് പാസ്റ്റർ പറയുന്നുണ്ടായി. ആരാധിക്കുന്നവർ എപ്രകാരമുള്ള ജനമായിരിക്കണം. ഇവിടെ സങ്കീർത്തനം 15-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആരാധനയിൽ സംബന്ധിക്കുന്ന ജനങ്ങൾക്ക് ഒഴിവാകേണ്ട ചില കാര്യങ്ങൾ പറയുന്നു. അതിൽ നാം വിമുക്തരായിരിക്കണം. ഇവിടെ പ്രധാനമായി പറയുന്നത്, നാവ് കൊണ്ട് കൊരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും വഷളനെ നിന്ദ്യനായി എണ്ണാതെയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യണം എന്നിവിടെ പറയുന്നു. എന്നിട്ട് സത്യം ചെയ്താലും ഒരിക്കലും ഛേദം വന്നാലും മാറാത്തവനും തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവനും ഇനി എങ്ങനെയായാലും ഒരു നാളും കുലുങ്ങിപ്പോകാത്തവനും, ഏതവസ്ഥയിൽ നാം ജീവിതത്തിൽ കടന്നു പോയാലും കുലുങ്ങിപ്പോകാത്തവനും സ്ഥിര മനസ്സിനുമായിരിക്കണം എന്നിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇത് ജീവിതത്തിൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ഇത് നല്ല ലക്ഷണങ്ങളല്ല. ആരാധിക്കുവാൻ പോകുന്ന ഒരു വിശുദ്ധൻ്റെ ലക്ഷണമല്ല ഈ കാര്യങ്ങൾ, അല്ലേ? നാവ് കൊണ്ട് കുരള പറയുക, കൂട്ടുകാരനെ ദോഷം ചെയ്യുക, അവന് അപമാനം വരുത്തുക, ഇതൊന്നും ഒരു ആരാധിക്കുവാൻ പോകുന്ന വിശുദ്ധൻ്റെ ലക്ഷണമല്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ദൈവമക്കൾ ഒഴിഞ്ഞിരിക്കണം എന്ന് പറയാം. അപ്പോൾ നമുക്കിതിൽ കുറവുകളുണ്ട്, നമുക്കിതിൽ ചൂണ്ടിക്കാണിക്കാൻ ഒഴിയണം. സ്വയം നമുക്കറിയാം നമ്മളിൽ ഏതാണ് വീഴ്ച വന്നതെന്ന്. ഇത് കാണുമ്പോൾ നമുക്കറിയാം വചനങ്ങൾ ദൈവം എപ്പോഴെങ്കിലും എനിക്ക് അത് മാറ്റി തരും എന്ന ചിന്തയിൽ നിൽക്കാതെ നാം സ്വയം ഒഴിയണം. സർ, അതുപോലെ തന്നെ 96-ാം സങ്കീർത്തനത്തിൽ ആരാധിക്കുന്നതിനുള്ളതായ ചില തലങ്ങളെക്കുറിച്ച് പറയുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. തീർച്ചയായിട്ടും. ഒന്നാമതായി ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുക ആരാധനയുടെ ഒരു രീതിയാണ് ഇവിടെ. അവൻ്റെ നാമത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം പറയുക, ദൈവത്തിൻ്റെ രണ്ടാം വരവിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിനെ കുറിച്ച്, അവൻ്റെ മഹിമയെക്കുറിച്ച് പറയുക, സ്തോത്ര കാഴ്ചകൾ മന്ദിരത്തിൽ കൊണ്ടുവരിക. അത് ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് ആളുകളെ നേടാൻ ശ്രമിക്കൽ ആരാധനയുടെ ഭാഗമാണ്. ദൈവത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് അത് 96:2 പാട്ട് പാടുക, സ്തുതി കാണിക്കുക, സന്തോഷം. ദൈവം വലിയവനാകുന്നു, ആ ദൈവത്തെ അംഗീകരിക്കുക. എല്ലാ ജനത്തെയും ദേവന്മാരെക്കാളും വലുതായ ദൈവമാണ് സൃഷ്ടിതാവായ ദൈവമെന്ന്. കാരണം എല്ലാത്തിനെയും സൃഷ്ടി ദൈവമാണ്, അതുകൊണ്ടുണ്ടാക്കിയതാണ് മറ്റെല്ലാ കാര്യങ്ങളും. പിന്നെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്, നീതിയോടെ വിധിക്കുന്ന ദൈവമാണ്. ഭൂതകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത നന്മകളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാവുന്നതാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഇവാഞ്ചലിസം, ദൈവത്തിലേക്ക് മറ്റുള്ളവരെ നേടുന്നതാണ് ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്നു. അത് വളരെ മനോഹരമായൊരു കാര്യമാണ്. ലോകത്തിലെ മുഴുവൻ സൃഷ്ടികളെയും ഒന്നാക്കി തീർക്കുക. ഇന്ന് എല്ലാവരും വ്യത്യസ്തമായിരിക്കുന്നു. വ്യത്യസ്ത ഭാഷ, വംശം, ജാതി, മതം, എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളാണ്. എന്നാൽ ആരാധനയിൽ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയും. ആരാധനയിൽ ഒന്നാക്കാൻ കഴിയും. അത് ഒരു ആരാധനയുടെ രീതി ഇതാണ്. സൃഷ്ടിതാവ്, രാജാവ്, ന്യായാധിപൻ എന്ന നിലയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സങ്കീർത്തനത്തിലെ ന്യായവിധി എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ പുനഃസ്ഥാപനമാണ്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദിവ്യമായ ഒരു ഓർഡർ, ആരാധനയിലൂടെ ദൈവത്തിൻ്റെ ഒരു ഓർഡർ, ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന രീതി, ക്രമം
നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നു, ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു, കഷ്ടം അനുഭവിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുന്നു, വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. നമ്മെല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരാണ്. ആരാധനയിൽ വസിക്കുന്നതായ ആ ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ആത്മാവിനും സന്തോഷവും സമാധാനവും ലഭിക്കും. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവ ആരാധനയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോയ് സാറേ, 96 സങ്കീർത്തനം ദൈവ ആരാധനയെക്കുറിച്ചും ദൈവ ആരാധനയുടെ മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നു. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം 14 അധ്യായം 6 മുതൽ 12 വരെയുള്ളതായ ആഗോള ദൂതനെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ തുലനം ചെയ്യാം? ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ സങ്കീർത്തന പഠനം നടത്താം? 96 സങ്കീർത്തനവും കൂടാതെ ഇപ്പോൾ പറഞ്ഞ വെളിപാടിൻ്റെ പ്രവചനം 14 അധ്യായം 6 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങളും ഒരു കണ്ടൻ്റാണ് രണ്ടും വിളിച്ചു പറയുന്നത്. ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുക. ഈ 96 സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, യഹോവ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. വീണ്ടും അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവീൻ, ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും 96 സങ്കീർത്തനം അതിൻ്റെ 13-ാം വാക്യം പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടി വിധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നു, യഹോവയാണ് ദൈവമാണ് ആകാശത്തെയും സകല ചരാചരങ്ങളെയും ചമച്ചത്. അവൻ നമ്മുടെ മേൽ വാഴുന്നു. ഇനി ഫൈനലായിട്ട് അവൻ നമ്മെ ന്യായം വിധിക്കുവാൻ കടന്നു വരുന്നു. ഈ ദൂത് തന്നെയാണ് വെളിപാടുകാരൻ 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള നാം ആഗോള ദൂതായി നമ്മുടെ സഭ ഉയർത്തി കാണിക്കുന്ന ഈ ദൂതിനെ ഇവിടെ പറയുന്നത്. 96 സങ്കീർത്തനം എഴുതുന്നത് ഏകദേശം ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നതിനും 3000 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിന് മുൻപ് തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഈ ആഗോള ദൂത് സങ്കീർത്തനങ്ങളിലൂടെ ലോകത്തിന് നൽകിയിരുന്നു. അന്നും ഒരുപക്ഷെ ഇസ്രായേൽ മക്കളെയാണ് ദൈവം തൻ്റെ ദൂത് അറിയിപ്പാൻ തക്കവണ്ണം വിളിച്ചത് എങ്കിലും ആ ദൂത് മറ്റു ജാതികളിലേക്കും മറ്റു രാഷ്ട്രങ്ങളിലേക്കും പോകണമായിരുന്നു, ദൈവത്തെ അവർ അറിയണമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടെയാണ് 96 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സർ, ഈ സങ്കീർത്തനങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്നതായ ചില കാര്യങ്ങൾ കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ പ്രസക്തി ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ദൈവം ആത്മാവാണ്, സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണം, അവനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. ആരാധനയ്ക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം യാഗമായിരുന്നു. എന്നാൽ ഇന്ന് ആരാധനയ്ക്ക് യാഗം മതിയാവില്ല, യാഗത്തിൻ്റെ ആവശ്യവുമില്ല. പക്ഷെ നമുക്ക് കാണിക്കകൾ ഉണ്ടാകണം. ദൈവത്തിന് നമുക്ക് നൽകാനുള്ള മനസ്സ് വേണം. അത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായ ആരാധനയിൽ സമർപ്പിക്കാനുള്ളത് നമ്മുടെ മാനസാന്തരാവസ്ഥയാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് സമർപ്പിക്കാൻ കഴിയും. നമ്മുടെ പണം, നമുക്ക് സമയം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയും. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ജീവിതം നീതിയുള്ള യാഗമായി തീരണം. അതാണ് പറയുന്നത്. നീതിയുള്ള സമർപ്പണമായി തീരണം എന്ന് പറയുന്നു. അവർ പറയുന്നത്, ഇവർ അധരങ്ങൾ കൊണ്ട് എന്നെ ഭജിക്കുന്നു, പക്ഷേ ഹൃദയം കൊണ്ട് അവർ എന്നിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. മിക്കവാറും ആരാധന റിച്വലായി മാറാറുണ്ട് പഴയ കാലത്തെ പോലെ. അങ്ങനെയല്ല, ഹൃദയത്തിൽ നിന്നുള്ള മനഃപൂർവമായ സമർപ്പണം ആയിരിക്കണം. അതൊരിക്കലും ഒരു 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 ജൽപ്പനമാകരുത്. അതൊരു റിച്വലായി ഒരു ആചാരമായി മാറരുത്. ശബ്ദത്ത് പലപ്പോഴും നമ്മൾ ആചരിക്കുന്നു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ സമർപ്പണമായിരിക്കണം എന്നുള്ളതാണ്. ജോയ് സാർ, അതുപോലെ തന്നെ ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുക എന്നുള്ളതാണ് അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആരാധന എപ്രകാരമായിരിക്കണം? ഇവിടെ ആരാധകൻ്റെ വഴിപാടുകളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ഇവിടെ സങ്കീർത്തനം 40-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറയും, ദൈവമേ, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു.
ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ച് ഞാൻ നിൻ്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചുമില്ല എന്നിവിടെ പറയുന്നു അല്ല. അപ്പോൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ വരുന്നതായ ഒരു വ്യക്തി ആയിരിക്കണം ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന വ്യക്തി. അപ്പോൾ ആരാധനയുടെ മനോഭാവം എന്ന് പറയുന്നത് ദൈവം എൻ്റെ സൃഷ്ടാവാണെന്നും ദൈവം നൽകിയ ന്യായപ്രമാണം ഞാൻ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണെന്നും ഉള്ള ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് കുമ്പിട്ട് നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞുള്ള ഒരു ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കൂടാതെ ഈ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ എങ്ങനെയുള്ള ആരാധന കഴിക്കണമെന്ന് ഇവിടെ പറയും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന കഴിച്ച് ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇനി അവിടെ ചെയ്യേണ്ട ചില പടികൾ പറയുകയാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും ദൈവഹിതവും എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അവിടെ ചെയ്യേണ്ട കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഈ ലോകത്തിലെ ആരാധനയല്ല നാം ഭജിക്കേണ്ടത്. ഈ ലോകത്തിനോടൊപ്പമുള്ള ചാട്ടമല്ല, മറിച്ച് ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവനും വിശുദ്ധിയുമുള്ള, കാരണം ദൈവം വിശുദ്ധനാണ്, അപ്പോൾ ആരാധിക്കുന്ന നാമും വിശുദ്ധനായിരിക്കണം. അപ്പോൾ ജീവനും വിശുദ്ധിയും കൂടാതെ നമ്മുടെ ആരാധനയെല്ലാം നന്മയും പൂർണ്ണതയും പ്രസാദവുമായിരിക്കണം. ദൈവം അത് അംഗീകരിക്കണം. നമ്മുടെ ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത്. അത് എപ്രകാരമാകണമെന്ന് ചോദിച്ചാൽ നമ്മുടേതായ പൂർണ്ണമായ ഒരു സമർപ്പണമാണ് ഈ വചനത്തിൽ നിന്ന് ആഗ്രഹിക്കും. ദൈവം നമ്മുടെ ആരാധന അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ സമർപ്പണമുള്ള ആരാധനയായിരിക്കും. അത് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി നാം ദൈവസന്നിധിയിൽ കുമ്പിടണമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ആരാധന എന്ന് പറയുന്നത് ദൈവം വിളിച്ചു ചേർക്കുന്നതായ ഒരു മഹാസമ്മേളനമാണ്. അപ്പോൾ ദൈവം വിളിച്ചിരിക്കുന്നതായ ആ വിളിക്കൊത്തവണ്ണം നാം ചെന്നുവെങ്കിൽ മാത്രമേ ദൈവപ്രീതി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ പൂർണ്ണ പ്രസാദമുള്ള എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് പ്രസാദമുണ്ടാകണം. അത് നമുക്ക് പ്രസാദമുണ്ടായാൽ പോരാ. നമ്മുടെ സന്തോഷത്തിന് ആയിരിക്കരുത് ദൈവത്തെ നാം ആരാധിക്കുന്നത്. നമ്മുടെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കണം. അപ്പോൾ അതിന് ദൈവം വച്ചിരിക്കുന്നതായ ആ നിബന്ധനകൾ അനുസരിച്ച് നാം ദൈവസന്നിധിയിൽ ചെല്ലുമെങ്കിൽ മാത്രമേ ദൈവപ്രസാദം, ദൈവപ്രീതി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നാം ചർച്ച ചെയ്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ സങ്കീർത്തനത്തിൽ ഇത്രയും ആരാധനയെക്കുറിച്ച് ആഴമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും പലർക്കും അറിയില്ലായിരിക്കും. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നതായ ഈ സമാഹാരം ഓരോരുത്തരും അവർ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ കഴിച്ചതായ പ്രാർത്ഥനകളും ആരാധനകളുടെയും ഒരു സമാഹാരമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നു. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം തെളിവുള്ളവരായി കുറ്റമില്ലാതെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നാം പരിശ്രമിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയിരിക്കും. ദൈവം അതിന് നമ്മെ സഹായിക്കും. ദൈവം നമ്മുടെ ആരാധനയെ സ്വീകരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതിന് ദൈവം നമ്മെ സഹായിക്കും.